അപ്പോൾ രാപകൽ കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും പ്രാപിക്കാൻ പറ്റാ ശൂന്യമായ പടകുമായിട്ട് ഭാവിയിലെ അപ്പോസ്തലൻ നിൽക്കുകയാണ്. അല്ല, ഇന്ന് നിന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല നീ ആരാണ്, എന്താണ് നിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലി, ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നതായിരിക്കാം, ഒരു കൊത്തം മേശരി ആയിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരിക്കാം, ഒരു പച്ചക്കറി കട നടത്തുന്ന ആളായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്താണെങ്കിലും ഇത് നിന്റെ ഐഡന്റിറ്റി അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പോഴുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് ഒരു ഒറിജിനൽ ഐഡന്റിറ്റിക്ക് അകത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കയറ്റാൻ പോവുകയാണ്. ഇന്നത്തെ നിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പ്രസന്റ്. നീ ഒരുപക്ഷെ പലതിനും വേണ്ടി കഠിനാധ്വാനം ഓടി തളർന്ന് കടം കയറി എല്ലാ മേഖലകളും അടഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ നീ കംഫർട്ട് സോണിനകത്തിരുന്നു കൊണ്ട് എൻ്റെ വിധി നിനക്ക് നിന്റെ ഉള്ളിൽ നിനക്ക് ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് സാധിക്കാതെ ആകുമ്പോൾ ഇത് എൻ്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ പരിപാടി, ഇത് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കോളാം. അതിനകത്ത് നീ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാ പറയുന്നു, അങ്ങനെയുള്ള സകലതിനെ ഈ നാടുകൾ പൊളിച്ച് തിരുത്തി എഴുതിക്കൊണ്ട് നിന്റെ ഒറിജിനൽ കോളിങ്ങിനകത്തോട്ട് ആത്മാവ് നിന്നെ കയറ്റാൻ പോവുകയാണ്. നിന്റെ ഈ കഴിഞ്ഞ നാളുകൾ ഇന്ന് വരെ നിന്റെ ലൈഫിലുള്ള സകല എക്സ്പീരിയൻസുകളെയും നീ മറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് അവസാനമായി, ഇതാ ഒരു പടക്, അവസാനമായി ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിച്ച് ഞാൻ നിന്നെ ഒന്ന് നിറച്ചതിന് ശേഷം ആത്മാ പറയുന്നു, ഒന്നുകൂടെ ഒന്ന് നിറവ് നിന്റെ ലൈഫിൽ നീ അനുഭവിച്ചതിന് ശേഷം, ഒന്നുകൂടെ ചില ബിസിനസ്സുകൾ നീ ചെയ്തതിന് ശേഷം, ഒന്നുകൂടെ ചില കാര്യങ്ങൾ നിന്റെ കരങ്ങളിലോട്ട് ദൈവം തന്നതിന് ശേഷം, നീ നടത്തിയിട്ട് നീ ചെയ്തിട്ട് നടക്കാത്ത ചിലതിനെ ദൈവം ചിലത് കാണിച്ചു തന്ന് നടത്തി കാണിച്ചു തന്നിട്ട് ദൈവം വലിയവനാണെന്ന് നിന്റെ മുമ്പിൽ തെളിയിച്ചതിന് ശേഷം, ഒരു അടയാളം തന്നതിന് ശേഷം ചിലരെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്.